ആസിഫ് അലിയുടെ കുറച്ച് ഫ്ലോപ്പിന് ശേഷം നല്ലൊരു മൂവി വന്നിട്ടുണ്ട്. ഒരു വാവ് ഫീലിംഗ് ഇല്ല. സെക്കൻഡ് ഹാഫ് ഒക്കെ അടിപൊളിയാണ്, പെട്ടെന്ന് പോകുമ്പോൾ നമുക്ക് ലാഗെന്ന് പറയുന്ന സാധനം അനുഭവം പറ്റില്ല. അത്ര നല്ല ലാസ്റ്റ് വരെ പിടിച്ചിരുത്തുന്നു. ഒരു വാവ് ഫീലിംഗ് ഇല്ല. ജസ്റ്റ് വെറുതെ കണ്ട് സമയങ്ങൾ ഒരു ടൈം പാസിന്. അതെ, നല്ല പടമാണ് മോനെ, നമ്മൾ ലാസ്റ്റ് വരെ പിടിച്ചിരുത്തുന്നുണ്ട്. ആസിഫ് അലിയുടെ കുറച്ച് ഫ്ലോപ്പിന് ശേഷം നല്ലൊരു മൂവി വന്നിട്ടുണ്ട്. പിന്നെ അവസാനം ക്ലിഫ് ഹാങ്ങറിലാണ് ഇത് അവസാനിപ്പിക്കുന്നത്. ഓവറോൾ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഹിറ്റാവും. നല്ല പടം, നല്ല വെറൈറ്റി ആയിട്ടുണ്ട്. ഫസ്റ്റ് ആയിട്ട് കാണുന്ന ഒരുപാട് എലമെന്റ്സ് ഒക്കെ ഉണ്ട്. കൊള്ളാം കൊള്ളാം, നല്ല പടം. പെർഫോമൻസ് ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാം കൊള്ളാം. ത്രില്ലിങ് ആണ്, ആദ്യം തൊട്ട് ത്രില്ലിങ് ആയിരുന്നു. പിന്നെ പല രീതിയിലാണ് കഥ കൊണ്ട് ഓരോ ആൾക്കാരെ വെച്ചിട്ടാണ് കഥ കൊണ്ടുപോകുന്നത്. പിന്നെ അവസാനമൊക്കെ അടിപൊളിയായിരുന്നു. ജിസ്റ്റോ എന്നൊരു സംവിധാനൻ്റെ ഒരു ഇതുവരെയുള്ള എടുത്ത പടങ്ങൾ നമുക്ക് നോക്കുമ്പോൾ അറിയാം, എല്ലാം ഫാമിലി എൻ്റർടൈൻമെൻറ്റ്. അതിൽ നിന്ന് ഒരു നല്ല രീതിയിൽ വ്യത്യാസമായിട്ട് പുള്ളി എടുത്തിട്ട് എത്ര ഉള്ളത്. ഓരോ മിനിറ്റ് നമുക്ക് ലാഗെന്ന് പറയുന്ന സാധനം അനുഭവം പറ്റില്ല. അത്ര നല്ല രീതിയിൽ മേക്കിംഗ് ആയാലും മേക്കിങ്ങിൻ്റെ കൊണ്ടും സിനിമാറ്റോഗ്രാഫി എല്ലാം അടിപൊളി. ഒന്നും പറയില്ല, നമുക്കൊരു ലാഗോ അങ്ങനെ ഒന്നും തോന്നുന്നില്ല. പടത്തിന് അതിൻ്റെ ഒരു വെറൈറ്റി രീതിയുണ്ട്. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. നല്ലൊരു ത്രില്ലർ മൂവി. എൻഗേജിങ് ആയിട്ട് പോകുന്നത്, ഒരു തരി ലാഗില്ല. സെക്കൻഡ് ഹാഫ് ഒക്കെ അടിപൊളിയാണ്, പെട്ടെന്ന് പോകും പടം. നല്ല പടം. സെക്കൻഡ് ഹാഫിന് സെക്കൻഡ് പാർട്ടിൻ്റെ അടുത്ത് ലീഡൊക്കെ വെച്ചിട്ടുണ്ട് പടം. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളി അടിപൊളി ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അടിപൊളി ബിജിഎം ഒക്കെ ആയിരുന്നു. നൈസ്. ആ മൂവ്മെൻറ്റിലൊക്കെ ഉള്ള അതേ കണക്കുള്ള അടിപൊളി ത്രില്ലറായിരുന്നു. എനിക്കൊന്ന് റീസെൻ്റായിട്ട് ഇറങ്ങിയിട്ടുള്ളൊരു ഫിലിംസിൽ ഏറ്റവും ഒരുപാട് നല്ല എക്സിക്യൂട്ട് ചെയ്തൊരു പടമായിരുന്നു. സ്ക്രിപ്റ്റ് വൈസ് ആണെങ്കിലും ഡയറക്ഷൻ വൈസ് ആണെങ്കിലും ഹിസ്റ്റോറിയുടെ ഇതുവരെ ചെയ്ത പടങ്ങളിൽ നോർമലി പടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു ത്രില്ലർ മൂവി. വളരെ നല്ലൊരു അറ്റംപ്റ്റ് ആയിരുന്നു.